ഗായ്സ് നമ്മളൊരു ട്രാവലിന് പോകാൻ കേട്ടോ. വേറെ അടുത്തല്ല, നമ്മൾ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. വെക്കേഷനൊക്കെ കഴിയാറെങ്കിലും ഇപ്പോഴാണ് പോകാനുള്ള ടൈമൊക്കെ ഒന്ന് ഒത്ത് കിട്ടിയത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8-9 മണി എന്തോ ആയപ്പോഴാണ് നമ്മൾ ബസ്സിന് കയറിയത്. ആ സമയത്ത് തൊട്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. പൊന്മുടി ബസ് ആ സമയത്ത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നല്ല തിരക്കായിരുന്നത്. അവിടെ ഇരിക്കാൻ പറ്റി നിൽക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ 3-4 മണിക്കൂറൊക്കെ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാറപ്പുറത്ത് നിന്ന് പയ്യെ താഴിലോട്ടൊക്കെ ഇറങ്ങി നമ്മൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. പക്ഷേ മൊത്തം മൂടൽമഞ്ഞായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുളത്തെ പേടിച്ച് പോകുന്നതിൻ്റെ അനിയത്തെ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ കാണാമെന്ന് പറഞ്ഞ് എന്താ പറയുക മലയുടെ മണ്ടേ കയറിയതാണ്. പക്ഷെ അതുപോലെ തിരിച്ചറിയേണ്ടി വന്നു, കാരണം ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്, മൊത്തം മൂടൽമഞ്ഞായിരുന്നു. പിന്നെ ചമ്മിനായിരുന്നു നമ്മൾ താഴോട്ടൊക്കെ പോയി ഒരു ഐസ്ക്രീം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുപ്പത്ത് നല്ല തണുത്ത ഐസ്ക്രീം കുടിക്കുമ്പോൾ എന്താ ഒരു സുഖമെന്ന് അറിയാമോ. അങ്ങനെ നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ആയിരുന്നു നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലത്തെ വട്ടത്തര നിങ്ങൾക്ക് ആർക്കെങ്കിലും, വട്ടത്തരൊന്നും പറയാൻ പറ്റില്ല, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലേ ഗൈസ്. അപ്പം വട്ടത്തരാണെങ്കിൽ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വട്ടമെന്ന് വിചാരിക്കും. അങ്ങനെ ഇവരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ഇതുപോലെയായിരുന്നു. അങ്ങനെ നമ്മളൊരു 4-4:30 ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയെങ്കിലും പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ല ഗൈസ്. 4:30 ഇറങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 10 മണി ആയിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടല്ലോ, ഈ ബ്ലോക്കായിരുന്നു എല്ലാത്തിനും കാരണം ഗൈസ്. ഒരു വണ്ടി എന്തോ, ഒരു ട്രാവലർ ബസ് എന്തോ എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇത്രയും വൈകേണ്ട കാരണം ഗൈസ്. 2-2.5 മണിക്കൂർ അവിടെ തന്നെ ഹൈ റേഞ്ചിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനുശേഷം പിന്നെ ഒരു ഛർദിലൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിന്നെ കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ലൈമും ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.